കൽബാളെ തനാഫുസ് നന്ദി നടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് വണ്ടിക്ക് തന്നെ നമ്മൾ കയറി. നന്ദി വന്ന് ആദ്യം പോയി നോക്കിയത് തന്നെ ഒന്നാം വേദിക്കാണ്. പണിയൊക്കെ എങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയതാ. പണിയൊക്കെ എന്തായെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒറ്റ സ്ഥലത്തിൽ തകൃതമായി നടക്കുന്നു എന്നായിരുന്നു പറഞ്ഞത്. ഒന്നുമല്ല മോനെ കാഴ്ച, നാളത്തെ കാഴ്ചയാണ് കാഴ്ച എന്ന് പറഞ്ഞത്. പിന്നെ ഓക്കെ നമ്മളവരോട് ചെല്ലാൻ പറഞ്ഞ് നമ്മൾ പോന്നു. കോളേജിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കോളേജിൻ്റെ മതിൽ പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കണ കുറേ ചെക്കന്മാരെ നമ്മൾ കണ്ട്. പെയിൻറ്റിങ് പറഞ്ഞാൽ എജ്ജാതി പെയിൻറ്റിങ്. റോട്ടുമ്പോൾ പോണാലൊക്കെ സെൽഫി എടുത്തപ്പോൾ ചെക്കൻ ഹാപ്പി ആയി. നമ്മൾ സെൽഫിക്ക് വെച്ചപ്പോൾ ചെക്കന് ഭയങ്കര ഡിമാൻഡ്. കാരണം ഞാൻ തിരക്കില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പോയത് നമ്മളെ സ്വന്തം കരീം ഖാൻ്റെ അടുത്ത്. തനാഫുസ് നടക്കണോണ്ട് തന്നെ കരീം ഖാൻ്റെ ആസ്തി ഇനി 5 അക്കം കിടക്കും. പിന്നെ നമ്മൾ നേരെ പോയത് CDSFൻ്റെ ഓഫീസ് കണ്ടോ. കണ്ടാൽ ഞങ്ങൾ രണ്ടാളും ഒരു ഉമ്മ പറ്റിയ ഏട്ടനും അനിയനാണെന്നുണ്ടെങ്കിലും ഇവനിക്ക് ഇന്നേവരെ ഒരു ജ്യൂസ് പോലും വാങ്ങി തന്നിട്ടില്ല. കാള് ഭയങ്കര ബിസിയിലാട്ടോ. തനാഫുസ് തകർത്താക്കാൻ വേണ്ടി വന്ന് നമ്മളെ സ്വന്തം മമ്മതൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓളിനോള്. എന്നാൽ പിന്നെ നമ്മൾ ഓരോടൊക്കെ സലാം പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി. പിന്നെ നമ്മൾ നേരെ പോയത് 2ാം വേദി കേട്ടോ. 2ാം വേദിയും തകൃതമായി പണി നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. പണിയൊക്കെ ഗംഭീരമായി നടക്കട്ടെ എന്ന് പറഞ്ഞ് ഓലോപ്പോൾ ഒരു സെൽഫി എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഗംഭീര സാധനങ്ങളുമായി ആഷിഖാൻ ടീമിനെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഈ വരുന്ന 21-നും 22-നും 23-നാണ് മക്കളെ നന്ദിയിൽ തനാഫുസ് നടക്കുന്നത്. നന്ദിൻ്റെ മുഞ്ച് കാണുന്നുണ്ടെങ്കിൽ വണ്ടി കയറിക്കോളി മക്കളെ. എന്നാൽ പിന്നെ തനാഫുസ് കാണാം. ഓക്കെ ശരി.